സ്പിരിച്വൽ ലിബറേഷൻ അല്ലെങ്കിൽ ആത്മീയ സ്വാതന്ത്ര്യം എങ്ങനെ നേടാം എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതില് 3 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായ ലിബറേഷൻ, സ്വാതന്ത്ര്യം ഉണ്ടാകും. സ്പിരിച്വൽ ലിബറേഷൻ. അതിൽ ഒന്നാമത്തേതാണ് രാഗ. രാഗ മീൻസ് അറ്റാച്ച്മെന്റ്. രണ്ടാമത്തേത് ഭയ മീൻസ് ഫിയർ, പേടി അല്ലെങ്കിൽ ഭയം. മൂന്നാമത്തേത് ക്രോധ അല്ലെങ്കിൽ ആങ്കർ. മൂന്നാമത്തേത് ക്രോധം അല്ലെങ്കിൽ കോപം. ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയമായ ലിബറേഷൻ, സ്വാതന്ത്ര്യം ലഭിക്കും. ഇനി ഈ രാഗ എന്ന അറ്റാച്ച്മെന്റ്, നമുക്ക് പല കാര്യങ്ങളോടും, ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളോടും നമ്മൾ അറ്റാച്ച്ഡ് ആണ്. അതായത് എൻ്റെ വീട്, എൻ്റെ കാറ് അല്ലെങ്കിൽ എൻ്റെ വണ്ടി, എൻ്റെ ഡ്രസ്സ്. അപ്പൊ ആ ഒരു എൻ്റെ എന്ന അറ്റാച്ച്മെന്റ് ഒഴിവാക്കുകയാണ് എങ്കിൽ നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ, അതായത് എപ്പോ വേണമെങ്കിലും നമുക്ക് മരണത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടാവില്ല. ഏത് നിമിഷവും നമുക്ക് പോകാൻ റെഡിയായിട്ട് നമ്മൾ തയ്യാറായിരിക്കും. അതേപോലെ തന്നെ ഭയം ഉണ്ടാകുന്നത് ഇറ്റ് കംസ് ഫ്രം ഇഗ്നറൻസ് ആൻഡ് നോൺ അണ്ടർസ്റ്റാൻഡിങ്. അജ്ഞതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പേടിയിൽ നിന്നാണ്. അതായത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടി. അതേപോലെ തന്നെ എന്തെങ്കിലും പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല എങ്കിൽ മനസ്സിന്റെ ആ ഒരു സന്തോഷം കിട്ടാത്ത അവസ്ഥ. അങ്ങനെയുള്ള പല പേടികളും നമ്മളെ ഇങ്ങനെ ചുറ്റി വരിയുന്ന സമയത്ത് അതും സ്പിരിച്വൽ ലിബറേഷന് നമുക്ക് തടസ്സമായി നിൽക്കും. പ്രശസ്ത തത്വചിന്തകനായ ഭർതൃഹരി അദ്ദേഹത്തിന്റെ വൈരാഗ്യ ശതകം എന്ന പുസ്തകത്തിൽ പറയുന്നത് വൈരാഗ്യ ഏക അഭയം എന്നാണ്. അതായത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തിയാണ് നമുക്ക് അഭയമായിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ട എന്നുള്ള ആ ഒരു ഡിറ്റാച്ച്മെന്റ്, ആ ഒരു വേണ്ട എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോ ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി. നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പല കാര്യങ്ങളും കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടാതെ വരുന്ന സമയത്തുള്ള ആ ഒരു നമ്മളുടെ ആ ഒരു നിരാശ, അതൊക്കെ നമ്മളുടെ വിഷമത്തിന് കാരണമാകും. അത് നമ്മളുടെ സ്പിരിച്വൽ ലിബറേഷൻ ഇല്ലാതെയാക്കി കളയും. പിന്നീടുള്ളതാണ് ക്രോധ മീൻസ് ദേഷ്യം. ദേഷ്യം എന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് എക്സ്പെക്ടേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിന്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്. ആ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് അത് കിട്ടും, എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷെ അത് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആ യാഥാർത്ഥ്യവും നമ്മളുടെ പ്രതീക്ഷയും തമ്മിലുള്ള വേർതിരിവാണ് കോപത്തിന് കാരണം. ദൈവവിശ്വാസത്തിലൂടെ നമുക്ക് ഭയം ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഭയം ഒഴിവാക്കുന്ന സമയത്ത് അറിവ് നേടുന്നതിലൂടെ, അതേപോലെ തന്നെ നമുക്ക് കോപത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിലൂടെ നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ സാധിക്കും. ആ കോപത്തെ കൺട്രോൾ ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഡിറ്റേഷൻ, യോഗ, അതേപോലെ തന്നെ വാക്കിംഗ്, ട്രാവലിംഗ്. ഇതൊക്കെ കോപത്തെ ഒഴിവാക്കാൻ, ഇപ്പൊ നമുക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദേഷ്യം ഒഴിവാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ്, അതേപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കാൻ ആ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് ഈ സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അറ്റാച്ച്മെന്റ് ഒക്കെ ഇല്ലാതെയാക്കാനും സാധിക്കും.